വ്ളോഗർ മുകേഷ് എം നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം പോലീസ് കേസെടുത്തത്. മുകേഷിന് പുറമെ അൻസിയ എന്ന യുവതിയും കേസിൽ പ്രതിയാണ്. ഇവരാണ് മോഡലിംഗിനായി വിളിച്ചു വരുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഫെബ്രുവരി 12-ന് ആദിശക്തി റിസോർട്ടിലായിരുന്നു ഷൂട്ട്. എന്നാൽ നടന്നത് മണി ബ്ലാക്ക്മെയിലിംഗ് ആണെന്നും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും മുകേഷ് പ്രതികരിച്ചു. ഫെബ്രുവരി 12 ജാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ പ്രൊമോഷൻസും ഒക്കെ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ ഷൂട്ടിന് പങ്കെടുക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, വേറൊരു ആളയക്കുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തന്നെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ഉണ്ട്, ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, അതെല്ലാം ഞാൻ കോടതി സമർപ്പിക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് കുട്ടി എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. അതിന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഞാൻ ആ സമയം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, വേറൊരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവലിംഗ് ആയിരുന്നു. അപ്പം അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. പിന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമായി വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിന് എന്നോടുള്ളൊരു വൈരാഗ്യമുണ്ട്. കാരണം കേരളത്തിൽ തന്നെ 1000-ലധികം ഇനോഗ്രേഷൻസ് പ്ലസ് 2500 ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം പലർക്കും അതിൽ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാളല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു കേസാണിത്. അതിന് ഈ പെൺകുട്ടിയെ മറയാക്കി കൊണ്ടുവന്ന് ഒരു പോസ്കോ എന്ന് പറയുമ്പോൾ പിന്നെ കുറേ നാളത്തേക്ക് മറ്റുള്ളവർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇനോഗ്രേഷൻസിലൊക്കെ നമ്മളെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ കയ്യിൽ ദൈവം സഹായിച്ച് കംപ്ലീറ്റ് പ്രൂഫും ഉണ്ട്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? 16 വയസ്സുള്ള ഒരു കുട്ടിയോട് അപമര്യാദയെ പെരുമാറിയത് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഷൂട്ടാണ്. കഴിഞ്ഞ ഫെബ്രുവരി 12 കോവളത്തെ ഒരു റിസോർട്ടിൽ നടന്ന ഫോട്ടോഷൂട്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം. അവിടെ 16 വയസ്സുള്ള കുട്ടിയോട് അപമര്യാദയെ പെരുമാറി, കുട്ടിയെ അശ്ലീല ചുവയോട് സംസാരിച്ചു, ദേഹോപദ്രവം ചെയ്തു എന്നാണ് പരാതി. കുട്ടിയുടെ പരാതി തന്നെയാണ് ഇപ്പോൾ കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിലാണ് കോവളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അന്ന് ഒരു വലിയൊരു ഒരുപാട് മോഡലുകൾ പങ്കെടുത്ത ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അന്ന് നടന്നത്. അത് മുകേഷ് എം നായരായിരുന്നു അവിടെ പ്രധാനമായും അതിൽ പുരുഷ വേഷത്തിൽ അഭിനയിച്ചത്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം പെൺകുട്ടികളും മറ്റൊരാൾ മുകേഷും മാത്രമായിരുന്നു. അവിടെ വെച്ച് കുട്ടിയോട് അപമര്യാദയെ പെരുമാറി എന്നാണ് മുകേഷിനെതിരെയുള്ള പരാതി. ആദിശക്തി എന്ന റിസോർട്ടിൽ, കോവളത്തെ ആദിശക്തി എന്ന റിസോർട്ടിലായിരുന്നു ഈ ഫോട്ടോഷൂട്ട് നടന്നത്. അതിനുശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റൊരു വ്ളോഗറും മുകേഷിനെ അനുകൂലിക്കുന്ന തമ്മിലുള്ള തർക്കങ്ങളുമൊക്കെ ഇതിൻ്റെ പേരിൽ, ഈ കുട്ടി പ്രായപൂർത്തിയായതാണെന്ന് ചില ആളുകൾ പറയുമ്പോൾ അങ്ങനെയല്ല, 16 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്, ആ കുട്ടിയാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചത് എന്ന വിമർശനവുമായി മറുവിഭാഗം രംഗത്തെത്തി. അങ്ങനെ പോലീസ് കഴിഞ്ഞ കുറേ ദിവസമായി ഇത് പരിശോധിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് കുട്ടി തന്നെ ഈ മുകേഷ് എം നായർക്കെതിരെ മൊഴി നൽകുന്നത്. മുകേഷ് ഇപ്പോൾ പറയുമ്പോഴല്ല കുട്ടിയുടെ മൊഴി. മുകേഷ് പറയുന്നത് നാട്ടുകാർക്കാണ് ഈ കുട്ടി പറഞ്ഞതായി പറയുന്നത് നാട്ടുകാർക്കാണ് പരാതി, തനിക്കൊരു പരാതിയുമില്ല എന്ന് കുട്ടി പറഞ്ഞു എന്ന് മുകേഷ് അവകാശപ്പെടുമ്പോൾ പോലീസിന് ഈ കുട്ടിയുടെ മൊഴിയുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ കുട്ടി മുകേഷ് ഇത്തരത്തിൽ മോശമായി പെരുമാറി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള കുട്ടിയുടെ മൊഴി പോലീസിൻ്റെ പക്കലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ രണ്ട് വ്ളോഗർമാർ അല്ലെങ്കിൽ ഈ വ്ളോഗർമാർ തമ്മിലുള്ള തർക്കമൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങാൻ സാധ്യതയില്ല. മുകേഷ് പറയുന്ന കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ അത്തരൊരു പരാതി ഉണ്ടെന്നുള്ള വസ്തുതയാണ്. ഈ കുട്ടിയുടെ മൊഴിയും മുകേഷ് എം നായർക്ക് എതിരെയുണ്ട്. മുകേഷ് എം നായർ ഇത്തരത്തിൽ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ്. ഫുഡ് വ്ളോഗിൽ മാറി മറ്റു ചില ഇതുപോലുള്ള ചില ഫോട്ടോഷൂട്ടിലും മറ്റ് ചില സിനിമകളിലുമൊക്കെ ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തിറങ്ങിയ ഒരു സിനിമയിലും ഇയാൾക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷത്തിൽ അഭിനയിച്ച ആൾ കൂടിയാണ് മുകേഷ്. അങ്ങനെ നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വ്ളോഗിംഗ് ആണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയാവുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് കടകളുടെ മറ്റ് ഹോട്ടലുകളുടെയും മറ്റ് ഉദ്ഘാടനത്തിനുമൊക്കെ ഇയാൾ സ്ഥിരം പോകാറുണ്ട്. അത്തരമൊരു ആൾക്കെതിരെയാണ് ഇത്തരം ഒരു പരാതി വന്നിരിക്കുന്നത്. ഒരു കുട്ടിയെ ഉപയോഗിച്ചു എന്നത് ഈ ദൃശ്യങ്ങളിൽ ഒരു കുട്ടിയുണ്ട്. പക്ഷേ ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ മോശമായി ഇയാൾ പെരുമാറിയിട്ടുണ്ടെന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും ഈ കുട്ടിയുടെ മൊഴി മുകേഷ് എം നായർക്കെതിരെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോവളം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർ അന്വേഷണം വേണമെന്നാണ്. എന്തായാലും ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് മുകേഷ് എം നായർ. ഈ സംഭവത്തിന് പിന്നിൽ, ഈ കേസിന് പിന്നിൽ, പരാതിക്ക് പിന്നിൽ രണ്ട് ബ്ലോഗർമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മറ്റോ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കേണ്ടതാണ്.